Hi friends, Chully videos in മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചില്ലി എഗ് ആണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു 8 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചോ മിക്സി ഉപയോഗിച്ചോ ചെയ്യാം. ഞാനിതിപ്പോൾ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിനായിട്ടൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്പം ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കണം. ഇതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം വയ്ക്കാനായിട്ട് അതിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ടത് അടച്ച് വെക്കണം. എന്നിട്ട് ഈ വലിയ പാത്രം ഒരടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും. ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ അനുസരിച്ചായിരിക്കും ഇത് വേവണത്. 10 മിനിറ്റെങ്കിലും ഇത് അടച്ചു വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോ നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 3 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് എടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ബാറ്ററിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അല്പം ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ പീസുകളൊക്കെ ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, 2 സവാള സ്ക്വയറാക്കി അരിഞ്ഞത്, 1/2 ക്യാപ്സിക്കം അരിഞ്ഞതും, കുറച്ച് സ്പ്രിംഗ് ഓനിയൻ, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മുട്ട ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. ഞാനിത് ബാറ്റർ മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് കലക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതുകൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഇറക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ചില്ലി എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചാൽ മതി. ഗ്രേവിയുള്ള ചില്ലി എഗ് റെഡിയാക്കാം. അപ്പോൾ നമ്മളിവിടെ ഡ്രൈ ചില്ലി എഗ്ഗും ഗ്രേവിയുള്ള ചില്ലി എഗ്ഗ് റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ചപ്പാത്തിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.